മുടിവെട്ടുകാരനായി വന്ന് ബ്യൂട്ടി പാർലർ ഉടമയായി മാറിയ ഒരു ബംഗാളിയുണ്ട് ആലപ്പുഴയിൽ കൊച്ചിയുടെ ജെട്ടി എന്ന സ്ഥലത്ത്. സ്വന്തമായി വീട് വാങ്ങി സകുടുംബം കേരളത്തിലാണ് താമസം. പ്രശാന്ത് 12 വർഷം മുൻപ് കൊൽക്കത്തയിൽ നിന്ന് ഹരിപ്പാട്ടെ ഒരു ബാർബർ ഷോപ്പിൽ സഹായിയായിട്ട് വന്നതാണ്. ഇപ്പോൾ പ്രശാന്തിന് സ്വന്തമായി ഒരു ബ്യൂട്ടി പാർലറുണ്ട്. 4 തൊഴിലാളികളും. അടുത്തൊരെണ്ണം കൂടി തുടങ്ങാനുള്ള ഒരുക്കത്തിലാണ്. ഞാൻ ഈ കട തുടങ്ങിയ സമയത്ത് തന്നെ ഭയങ്കര കഷ്ടപ്പെട്ട്, ചില സമയം ഫുഡില്ല, ഇതില്ല, അങ്ങനെ കാര്യങ്ങളായിട്ട് ഭയങ്കര കഷ്ടപ്പെട്ട് ചെയ്ത് ഇപ്പം ദൈവത്തെല്ലാം തന്ന് എല്ലാം ആയി. വണ്ടിയായി, കട തുടങ്ങാൻ പുതിയതായിട്ട് വീടായി. ഇപ്പം കൊച്ചിയിലെ നല്ല ഒരു സ്കൂള് എവിടുത്തെ പഠിക്കാൻ ആഗ്രഹമുണ്ടോ കേരളത്തിൽ വീടായിട്ട് ഇവിടുത്തെ സെറ്റിലായിട്ട് നമ്മൾ ഇവിടെ നല്ല ഒരു സ്കൂളിൽ പഠിക്കും. കൊച്ചിക്ക് നല്ല ഒരു ലൈഫ് സെറ്റിലാക്കി സമാധാനമാക്കും. ഈ കട തുടങ്ങിയ പ്ലാനിങ് അതൊക്കെ നമ്മുടെ വിജയിക്കുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് ടു സ്റ്റെപ്പ് അങ്ങനെയായിട്ട് പ്ലാനിങ്. അന്യസംസ്ഥാനത്ത് നിന്ന് തൊഴിൽ തേടി ഇവിടെ വന്ന് സ്വന്തം അധ്വാനം കൊണ്ടും പ്രയത്നം കൊണ്ടും ജീവിത വിജയം കൈവരിച്ചൊരു വ്യക്തിയാണ് പ്രശാന്ത്. നേരത്തെ പ്രശാന്തിന് ഇവിടെ കേരളത്തിൽ അഡ്രസ്സൊന്നുമില്ല. ഇപ്പോൾ അവനിക്ക് ആധാർ വരെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം നേരത്തെ അവനൊരു ചെറിയൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ആധാർ കൊടുത്തിട്ടാണ് എൻ്റെ പേരിൽ വണ്ടി എടുത്ത് സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് ബൈക്ക് എടുത്ത് കൊടുത്തത്. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് എന്നെ കണ്ടപ്പോൾ പറഞ്ഞാൽ എനിക്കിവിടെ കേരളത്തിൽ അഡ്രസ്സായി, സ്വന്തമായിട്ടൊരു അടിസ്ഥാനം ഉണ്ടായി. അതൊക്കെ സ്വന്തം അധ്വാനം കൊണ്ട് അവൻ നേടിയെടുത്താണ്. ഇവിടെ അടുത്ത് ഇച്ചിരി വസ്തുവും വീടും ഇവിടെ വാങ്ങിച്ചു. മലയാളികളൊക്കെ കണ്ടുപിടിക്കേണ്ടതല്ലേ? പിന്നെ മലയാളികളും അന്യസംസ്ഥാനത്ത് നിന്ന് തൊഴിൽ തേടി വരുന്ന ആൾക്കാരും എല്ലാം കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. പ്രശാന്ത് നാട്ടിലേക്ക് പോയിട്ട് 4 വർഷത്തോളമായി. ഭാര്യയും കുട്ടിയും ഇടയ്ക്കിടയ്ക്ക് പശ്ചിമ ബംഗാളിലേക്ക് പോകാറുണ്ട്. ബന്ധുക്കൾ കേരളത്തിലേക്കും വരും. ജീവിതം തന്ന മണ്ണിലാകണം ജീവൻ്റെ അവസാനവുമെന്നാണ് പ്രശാന്തിൻ്റെ ആഗ്രഹം. ബംഗാളികളെന്ന് നമ്മൾ പൊതുവെ വിളിക്കുന്നവരിൽ ചിലരെങ്കിലും ഇപ്പോൾ മുതലാളിമാരാണ്. ജോലി ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ നല്ല നിലയിൽ ജീവിക്കാമെന്നാണ് അവർ നമ്മളോട് പറഞ്ഞു തരുന്നത്. രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.